ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാകിസ്ഥാനിൽ നിന്നെത്തിയ തീവ്രവാദികൾ മുസ്ലിം അല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചു കൊന്നൊടുക്കി എന്ന് പറയുന്ന ഒരു ദാരുണമായ വാർത്ത കേട്ടാണ് ഇന്ന് നമ്മൾ ഉണർന്നത്. എന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെല്ലാം തന്നെ മുസ്ലിമിൻ്റെ ഒരു നിറം ചാർത്തിക്കൊടുത്ത് ഇന്ത്യയിലെ എല്ലാവരും മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ. ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും ഒരു മുസ്ലിം യുവാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ ആ വ്യക്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ ഇതിൻ്റെ ഒപ്പം ഓർക്കേണ്ടതാണ്. നമ്മുടെ കാശ്മീർ താഴ്വരയിൽ കുതിരസവാരി നടത്തിക്കൊണ്ട് ചെറിയ തുക കിട്ടിക്കൊണ്ട് ആ തുക വെച്ചുകൊണ്ട് തൻ്റെ സുഖമില്ലാത്ത ഉമ്മയെയും ഉപ്പയെയും അതുപോലെ തന്നെ ഭാര്യയെയും മകനെയും നോക്കാൻ വേണ്ടി അധികോരാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സയ്യിദ് ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പതിവ് പോലെ ഇന്ന് രാവിലെയും ജോലിക്കായി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയും അതുപോലെ തന്നെ തൻ്റെ കുതിരയെയും കൊണ്ട് കാശ്മീർ താഴ്വരയിലേക്ക് പോവുകയാണ്. അവിടെ എത്തുന്ന ആൾക്കാരെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് ആ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ഇന്നും പതിവ് പോലെ തുടരുകയാണ്. ആ സമയത്താണ് അവിടത്തേക്ക് പാകിസ്ഥാനിൻ്റെ തീവ്രവാദികൾ നൊയഞ്ഞു കയറിക്കൊണ്ട് അവിടെ വന്ന് ഒരു കൂട്ടം ആൾക്കാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് താങ്കൾ മുസ്ലിമാണോ, പേരെന്താണ്, നാടെന്താണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ സയ്യിദ് ഹുസൈൻ ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു കാശ്മീരി മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയെ സൈഡിലോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു സിംഹത്തെ പോലെ നമ്മുടെ സയ്യിദ് ഹുസൈൻ ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തി ചാടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോക്ക് കൈക്കലാക്കിയ ശേഷം അദ്ദേഹത്തിനെതിരെ ഉതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മറ്റ് തീവ്രവാദികൾ ആ സ്ഥലത്തേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് തുരുതുരാ വെടിയുതിർക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം നിറവേറ്റിയത് നമ്മുടെ രാജ്യത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, നമ്മുടെ ഐക്യത്തിൻ്റെ എല്ലാം ഒരു പ്രതീകമായിക്കൊണ്ട് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ആ വ്യക്തി നമ്മുടെ മാനം കാത്തു എന്ന് വേണം പറയാൻ. ആ ഒരു സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി യുവാക്കൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു. ആ സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികളെയും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെയും രക്ഷിക്കാൻ അവിടെയുള്ളവർക്ക് സാധിച്ചു. ആ സമയത്ത് മതം നോക്കി കൊലപാതകം നടത്തണം എന്നുദ്ദേശിച്ച് ഇവിടെ വന്ന് വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന് വന്ന പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഒരു പക്ഷേ തെറ്റിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. തൻ്റെ ജീവൻ കൊടുത്തതിന് ശേഷം മാത്രമേ താൻ അവിടെ കൊണ്ടുവന്ന തൻ്റെ വിനോദസഞ്ചാരികളെ തൊടാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി ആ സയ്യിദ് ഹുസൈൻ ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തി പോരാടി അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ നിന്ന് നിങ്ങൾ പറയുന്ന ഈ തീവ്രവാദി എന്ന് പറയുന്ന അതേ മതവിഭാഗത്തിൽപ്പെട്ട സയ്യിദ് ഹുസൈൻ ആദിൽ ഷാ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഐക്യത്തിനും അതുപോലെ തന്നെ സാഹോദര്യത്തിനും എന്ത് വില കൊടുത്തും നമ്മുടെ സുഹൃത്തിനെ രക്ഷിച്ചെടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ആ തീവ്രവാദികൾ തോറ്റുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ജീവൻ നൽകേണ്ടി വന്നാലും തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലുള്ള ഐക്യവും സാഹോദര്യവും എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ ഇത് പരക്കെ പറയുമ്പോഴും അതിന് തയ്യാറായിക്കൊണ്ട് തൻ്റെ ജീവൻ ഒരു ദിയ നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാം ഈ മതേതര രാജ്യത്തിൻ്റെ എല്ലാവരുടെയും ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയർപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ പാകിസ്ഥാനിൽ വന്ന തീവ്രവാദികൾക്ക് യാതൊരു കാരുണ്യവും അവർ കാണിച്ചില്ല. അവർ മതം നോക്കി അവിടെ വന്ന മറ്റ് മതക്കാരായ എല്ലാവരെയും കൊലപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടേണ്ട സമയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സാഹോദര്യവും സൗഹാർദ്ദവും അഖണ്ഡതയും എല്ലാം നമ്മൾ തന്നെ ജീവൻ പോയാലും കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാ ഇന്ത്യൻ മുസ്ലിമുകളുടെയും കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.